ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകളുമായി മറ്റൊരു ബലിപെരുന്നാൾ കൂടി വന്നെത്തിയപ്പോൾ പരസ്പരം ആശംസകൾ അറിയിച്ചും ആഘോഷമൊരുക്കിയും ബലിപെരുന്നാളിനെ വരവേൽക്കുകയാണ് വിശ്വാസികൾ. ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ, ഈദ് അൽ അഹ്ദ, ബക്രീദ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ പ്രതീകമായാണ് ഈ ദിനം ഇസ്ലാം മതവിശ്വാസികൾ കണക്കാക്കുന്നത്. പള്ളിയിൽ പോയി നമസ്കരിച്ചും പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കിട്ടുമാണ് ഇതിനെ വരവേറ്റത്. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച സൃഷ്ടാവിന്റെ പ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പെരുന്നാളിന് ബലിപെരുന്നാൾ എന്ന പേര് വന്നത്. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഈ ദിവസം. ഈ ദിനം സമൂഹത്തിൽ സ്നേഹവും ഐക്യവും വളർത്തട്ടെ എന്നാണ് ബലിപെരുന്നാളിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ. എല്ലാവർക്കും ഐശ്വര്യവും ആയുരാരോഗ്യവും നേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബലിപെരുന്നാൾ പ്രമാണിച്ച് എല്ലാവർക്കും, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഈ സന്ദർഭത്തിൽ സമൂഹത്തിൽ സ്നേഹവും ഐക്യവും വളർത്തുന്നതിനായി കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നേറാമെന്നും രാഷ്ട്രപതി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും ആശംസകൾ നേർന്നു. സന്തോഷം നിറഞ്ഞ ബക്രീദ് ആശംസിക്കുന്നുവെന്നും ഇന്നത്തെ ദിനം നിങ്ങളുടെ വീടുകളിൽ സ്നേഹവും ഒരുമയും നിറയ്ക്കട്ടെയെന്നും രാഹുൽ ഗാന്ധി ആശംസിച്ചു. ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന പ്രിയങ്ക ഗാന്ധി, ഈ സന്തോഷകരമായ വേള എല്ലാ വീടുകളിലും സമാധാനവും സ്നേഹവും ഐശ്വര്യവും എത്തിക്കട്ടെ എന്നും പറഞ്ഞു. ഏവർക്കും കേരള പ്രണാമത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ.